സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വിഘ്നേശ്വരം വിഘ്നശാന്ത്यै വാണിം വാചഃ പ്രവർത്തയേ ഗുരോൻ ഗൂഢാർദ്ധവാനായ പ്രണമാമി പുനഃ പുനഃ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. അഭിവന്ദ്യ ശ്രോതാക്കൾക്ക് ഈയുള്ളവൻ്റെ സാദര പ്രണാമം. ഉത്തരരാമായണ പഠനം 19-ാം ദിനത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പഠന ഭാഗം 1795 വരി, അതായത് അധ്യായം 2 ഇന്ദ്രമോചനം. അതാണ് നമുക്കിന്ന് പാരായണം ചെയ്ത് പഠിക്കുവാനുള്ളത്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. പുഷ്കര സംഭവൻ ചെന്നു ലങ്കാപുരം പൊക്കതു കണ്ടെതിരേറ്റു ദശമുഖൻ. പുഷ്കര സംഭവൻ താമരയിലുണ്ടായ ബ്രഹ്മാവ് ലങ്കാപുരത്തിലേക്ക് പ്രവേശിച്ചു. പിതാമഹനെ കണ്ടിട്ട് രാവണൻ നേരിട്ട് പോയി സ്വീകരിച്ചു കൊണ്ടുവന്നു. എന്തിനായിരുന്നു അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്? കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് ചർച്ച ചെയ്തിരുന്നു. രാവണപുത്രനായ മേഘനാഥൻ ഇന്ദ്രനെ ആ യുദ്ധത്തിൽ ബന്ധിച്ച് ലങ്കയിലേക്ക് കടന്നു കളഞ്ഞു. അദ്ദേഹത്തെ മോചിപ്പിക്കാനായിട്ടാണ് പിതാമഹൻ ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്. ലങ്കയിൽ എന്താണ് ഉണ്ടായെന്ന് നോക്കാം. അങ്ങനെ വന്ദിച്ചു നിന്നതു കണ്ടു ചതുർമുഖൻ നന്ദിച്ചു രാവണൻ തന്നോടരുൾ ചെയ്തു. തന്നെ വന്നെതിരേറ്റ രാവണനെ പ്രകീർത്തിച്ചുകൊണ്ട് പിതാമഹൻ ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു. വാഴ്ക ജഗത്രയത്തിനേകനാഥനായി ശോകമകന്നൊരു വൈരിയും കൂടാതെ പുത്രനാം മേഘനിനാഥനുണ്ടാകയാൽ എത്രയും ഭാഗ്യവാനെന്നു വന്നോ ഭവാൻ. ത്രിലോകങ്ങൾക്കും ഒരേ ഒരു നായകനായിട്ട് നീ അങ്ങനെ വാഴുക. അതുപോലെ മേഘനാഥൻ എന്ന പുത്രൻ നിനക്കുണ്ടായതുകൊണ്ട് നീ ലോകത്തിലെ ഭാഗ്യവാന്മാരിൽ വെച്ച് ഏറ്റവും ഭാഗ്യവാനാണ്. കല്യനാം നിന്നുടെ പുത്രനു തുല്യനായില്ല ജഗത്രയത്തിങ്കലിന്നാരുമേ. വളരെ പ്രകീർത്തിക്കുകയാണ് രാവണനെ ബ്രഹ്മാവ്. മംഗളകാരിയായ നിനക്ക് നിന്റെ പുത്രനെ ജയിക്കാൻ ഇന്ന് ജഗത്രയത്തിൽ ആരുമില്ല. ഇന്ദ്രനെ യുദ്ധേ ജയിച്ചതു കാരണം ഇന്ദ്രജിത്ത് എന്നു നാമം കൊടുത്തേനകം. നിന്റെ മകൻ മേഘനാഥൻ ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ചു. അതുകൊണ്ട് അവന് ഞാൻ ഇന്ദ്രജിത്ത് എന്ന പേരും നൽകുന്നു. ഇന്ദ്രനെ എന്നോടു കൂടെ അയക്കണം
എന്നാൽ അഭീഷ്ടവരം തരുന്നുണ്ടു ഞാൻ. അതൊക്കെ നിൽക്കട്ടെ, ഇന്ദ്രനെ എൻ്റെ കൂടെ അയക്കണം. അതിന് പകരം ചോദിക്കുന്ന വരം ഞാൻ തരുന്നതായിരിക്കും. ബ്രഹ്മാവായിട്ട് കൂടി ഇവിടെ വിലപേശലാണ് ചെയ്യുന്നത്. നിവൃത്തിയില്ല. ഇപ്പോൾ രാവണൻ്റെയും മകൻ്റെയും അവസ്ഥ അങ്ങനെയാണ്. സർവരെയും ജയിച്ചു നിൽക്കുന്ന സുവർണ കാലമാണ്. അവരോട് ആർക്കും എതിരിടാൻ ഇപ്പോൾ സാധ്യമല്ലതാണ്. അപ്പോൾ ഈ വിലപേശലാണ് ഇവിടെ നടക്കുന്നത്. എന്നരുൾ ചെയ്ത വിരിഞ്ചനെ വന്ദിച്ചു ചൊന്നാൻ ദശാനന നന്ദനനാദരാൽ. ഇത് കേട്ടു നിന്ന മേഘനാഥൻ ബ്രഹ്മാവിനെ വന്ദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഹോമം വഴിയെ കഴിച്ചാൽ എനിക്കുടൻ ഹോമകുണ്ടത്തിങ്കൽ നിന്നു ജനിക്കണം. തേരതിലേറിയാൽ വേണം അമരത്വം, ആരാലും എന്നെ ജയിച്ചുകൂടായ്ക്കയും. വലിയ നീണ്ട ഒരു കണ്ടീഷനാണ് ഇവിടെ ഇന്ദ്രജിത്ത് അങ്ങോട്ട് ബ്രഹ്മാവിൻ്റെ മുന്നിൽ വെക്കുന്നത്. ഹോമം കഴിച്ചാൽ, വഴിയെ കഴിച്ചാൽ എന്ന് പറഞ്ഞാൽ വിഘ്നം കൂടാതെ വഴിയാവണ്ണം ഹോമം നടത്തിക്കഴിഞ്ഞാൽ ഹോമകുണ്ടത്തിൽ നിന്നും എന്തുണ്ടാവണം? തേര്. ആ തേരിൽ കയറിക്കഴിഞ്ഞാൽ അമരത്വം, മരണം സംഭവിക്കാൻ പാടില്ല. കൂടാതെ ആർക്കും എന്നെ തോൽപ്പിക്കാനും സാധ്യമല്ലാതെ വരണം. പിന്നെ വേണമതെന്നിയേ ഹോമം മുടിയാതെ മാനേന യുദ്ധം തുടങ്ങില നേരം. വന്നാലും എൻ മരണം പുനരല്ലായിൽ നന്നായ അമരത്വവും വന്നു കൂടണം. മറ്റൊന്നും കൂടി വേണം. ഇനി ഒരു പക്ഷേ ഹോമം മുടങ്ങിപ്പോയി എന്ന് വെച്ചോ, ഒരു കുഴപ്പമില്ല. ആ സമയത്ത് എനിക്ക് യുദ്ധം തുടരണം എന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മരണം സംഭവിക്കാവൂ. അല്ലെങ്കിൽ ഒരിക്കലും മരണപ്പെടാൻ വഴിയുണ്ടാവരുത്, മരണപ്പെട്ടുകൂടാ. മുറ്റും തപോബലം കൊണ്ടു വരങ്ങളെ മറ്റും പലരും വരിച്ചു താനും പുര. എല്ലാവരും തപസ് ചെയ്ത് തപശക്തി കൊണ്ട് ഭഗവാന്മാരെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് പണ്ട് മുതലേ. ഞാൻ മമ ബാഹുബലം കൊണ്ടുവാങ്ങുന്നു കാമ്യങ്ങളായ വരങ്ങളറിഞ്ഞാലും. ഇത് ബ്രഹ്മാവിനെ ഒന്ന് എന്താ പറയുക, അപമാനിക്കുന്നതിന് തുല്യമെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ തൻ്റെ ബലത്തെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. പണ്ടെല്ലാവരും തപസ് ചെയ്ത് അവരുടെ തപശക്തി കൊണ്ടാണ് വേണ്ടുന്ന വരങ്ങളെ വാങ്ങിയിട്ടുള്ളത്. ഇന്ന് ഞാൻ എൻ്റെ കയ്യൂക്ക് കൊണ്ടാണ്. ബ്രഹ്മാവ് ലങ്കയിലേക്ക് എത്തേണ്ടി വന്നത് ഇന്ദ്രജിത്തിൻ്റെ കയ്യൂക്കാണ്, എൻ്റെ ശക്തി കൊണ്ടാണ്. അത് പറയുകയാണ് ബ്രഹ്മാവിനോട്. കാമ്യങ്ങളായ വരങ്ങൾ
ആഗ്രഹിക്കുന്ന വരങ്ങൾ ഞാൻ വാങ്ങിക്കുന്നത് എൻ്റെ കയ്യൂക്ക് കൊണ്ടാണ്. യുദ്ധം വരമരുൾ ചെയ്യിൽ വിരവോട് വൃത്രാരി പോയാലുമെന്നു ചൊല്ലിയിടിനാൻ. ഇങ്ങനെയൊക്കെ അങ്ങനെക്ക് വരം തരികയാണെങ്കിൽ വൃത്രാരിയായ ഇന്ദ്രനെ ഞാൻ പോകാൻ അയക്കാം, അതായത് ഞാൻ വിട്ടു തരാം. എല്ലാം നിനക്കൊത്ത വണ്ണം വരികെന്ന് നല്ല വരമരുൾ ചെയ്തു വിരിഞ്ചനും. ഓഹോ, അങ്ങനെ ആവട്ടെ, നിനക്ക് നീ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന വരം ബ്രഹ്മാവ് കൊടുത്തു. മേഘനാഥൻ പുനരിന്ദ്രനെ അന്നേരം പോകന്നയച്ചാൻ പിതാമഹൻ തന്നോടും. അങ്ങനെ അവൻ്റെ ഔദാര്യത്താൽ ദേവേന്ദ്രനെ കെട്ടഴിച്ചു വിട്ടു. കാരാഗൃഹത്തിൽ അടച്ചിരിക്കുകയായിരുന്നു, തുറന്നു വിട്ടു. അവർ രണ്ടുപേരും കൂടെ പോകാനുള്ള അനുമതിയും കൊടുത്തു. ദേവകളോടും മഹേന്ദ്രൻ പ്രസാദിച്ചു ദേവലോകം ചെന്നു പൊക്കിരുന്നീടിനാൻ. ആകാശത്തിൽ അവരവരുടെ വിമാനത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ദേവേന്ദ്രൻ. തൻ്റെ നേതാവ് ഇപ്പോൾ വരും എന്ന് ദേവന്മാരൊക്കെ. അങ്ങനെ അവരോടൊപ്പം ദേവലോകത്തേക്ക് തിരിച്ചു ദേവേന്ദ്രനും മറ്റു ദേവന്മാരും. പിന്നെയും ഭാവക്ഷയം പൂണ്ടു വാസവൻ ഖിന്നനായി വാഴുന്നതു കണ്ടു നാൻ മുഖൻ ചൊല്ലിനാൻ. ഖേദം കളക നീ നിന്നുടെ വലായ്മ കൊണ്ടിതു വന്നു ധരിക്ക നീ. എത്രയൊക്കെ ആയാലും അഭിമാനക്ഷതമാണ് സംഭവിച്ചിരിക്കുന്നത്. ദേവന്മാർക്കും ദേവേന്ദ്രനും ഒക്കെ മഹാനാണക്കേടായിപ്പോയി. അപ്പോൾ കുനിഞ്ഞ ശിരസോടുകൂടിയാണ് ദേവലോകത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ ഉന്മേഷം തിരിച്ചു കിട്ടിയിട്ടില്ല. ആരുടെയോ ഔദാര്യം കൊണ്ട് താൻ രക്ഷപ്പെട്ടു പോകുന്നതാണ് എന്നുള്ള ആ എന്താ പറയുക, മനസാക്ഷി കുത്തിങ്ങനെ അത് അദ്ദേഹത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ബ്രഹ്മാവ് എന്താണ് പറയുന്നത്? ഖേദം കളക നീ നിന്നുടെ വല്ലായ്മ കൊണ്ടിത് വന്നു ധരിക്കുന്നത്. നിന്റെ വേണ്ടാധീനം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല കുഞ്ഞേ. എന്താണ് ആ വേണ്ടാധീനം എന്നും പറയുന്നുണ്ട്. മുന്നം അഹല്യയെ പ്രാപിച്ച ദോഷത്താൽ വന്നിതാഭിമാനഹാനി നിനക്കടോ. പണ്ട് നീ ഒരു മഹാവൃത്തികെട്ട പണി ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് നിനക്കിപ്പോൾ ഈ അഭിമാനക്ഷയം സംഭവിച്ചത്. നമുക്കറിയാം, നമ്മൾ അധ്യാത്മരാമായണം പഠിച്ചു കഴിഞ്ഞു. ഗൗതമ പത്നിയായ അഹല്യയോട് കാണിച്ച ഹീനമായ പ്രവൃത്തി, അതുകൊണ്ടാണ് നിനക്കിങ്ങനെ സംഭവിച്ചത്. അധർമ്മം ചെയ്താൽ അത് ദേവേന്ദ്രനായാലും അതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ എന്നു കൂടി നമുക്ക് കാട്ടിത്തരുകയാണ് ഈ കഥയിലൂടെ. ആ അഹല്യ മുനി ശാപത്താൽ കല്ലായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. ഇപ്പോൾ രാവണൻ ദേവേന്ദ്രനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നു, വിട്ടയക്കുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞാണല്ലോ രാവണവധം നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അഹല്യ കല്ലായിട്ട് അവിടെ ഉണ്ട്, ഈ ദേവേന്ദ്രൻ്റെ ഹീനമായ പ്രവൃത്തി മൂലം. ഒക്കെ നേരെയാവും. എന്തായാലും ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാവൂ. വൈകാതെ വൈഷ്ണവമായ മഹാമഖം
ചെയ്ക നീ ദുഷ്കൃതമെല്ലാം അകലുവാൻ. അതുകൊണ്ട് ഈ പാപക്കറയൊക്കെ കഴുകിക്കളയാനായിട്ട് വൈഷ്ണവമായ മഹായജ്ഞം നടത്തുക, മഹായാഗം നടത്തുക, വൈഷ്ണവയാഗം. ധാതൃനിയോഗേന യാഗവും ചെയ്തതിമോദം കലർന്നു വസിച്ചു മഹേന്ദ്രനും. അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞത് നിർദ്ദേശിച്ച പ്രകാരം ആ യാഗം നടത്തി. കുറച്ച് പാപങ്ങളൊക്കെ അതിൽ നിന്ന് പോയി പാപവിമുക്തി നേടി. ദേവേന്ദ്രൻ അല്പം ആശ്വാസമായി. രാവണനേക്കാൾ പരാക്രമിയായതു രാവണിയെന്നു ഞാൻ ചൊന്നതിൻ കാരണം എങ്ങനെയാകയാൽ എന്നരുൾ ചെയ്തിതു മംഗലാത്മാവാം അഗസ്ത്യമുനീന്ദ്രനും. അഗസ്ത്യമുനിയും രാമനും തമ്മിലുള്ള ആ സംവാദമായിട്ടാണല്ലോ ഇത് തുടങ്ങിയത്. ഭൂമിപാലേന്ദ്രനും ഭ്രാതൃജനങ്ങളും ഭാമിനിയാക്കിയ ജാനകീദേവിയും സുഗ്രീവരാദിയാം വാനരവീരരും രക്ഷോവരനാം വിഭീഷണവീരനും രാത്രിഞ്ചരവരന്മാരും മനുഷ്യരും ധാത്രീപതികളും ഭൂമിദേവന്മാരും കുംഭോദ്ഭവനരുൾ ചെയ്തതു കേട്ടുള്ളിൽ സമ്പൂർണ്ണ കൗതുകം പൂണ്ടുമരുവിനാർ. കുംഭോദ്ഭവൻ അഗസ്ത്യമുനി ഇപ്രകാരം പറഞ്ഞ രാവണൻ്റെയും മേഘനാഥൻ്റെയും ചരിത്രങ്ങൾ കേട്ട് ആരൊക്കെയാണ് കേട്ടത്? ഭൂമിപാലേന്ദ്രനായിരിക്കുന്ന രാമദേവനും ഭ്രാതൃജനങ്ങൾ സഹോദരന്മാരും ഭാമിനിയാകിയ ജാനകീദേവിയും പത്നിയായ ജാനകീദേവിയും സുഗ്രീവനാദിയാം വാനരവീരന്മാരും പിന്നെ രക്ഷോവരനാം വിഭീഷണനും പിന്നെ മറ്റ് രാക്ഷസന്മാരും ഒക്കെ മനുഷ്യരും ധാത്രീപതികൾ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരും ഭൂമിദേവന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ, ഭൂമിയിലുള്ള ദേവന്മാർ. ഇങ്ങനെ കുംഭോദ്ഭവനായ അഗസ്ത്യമുനി പറഞ്ഞത് കേട്ടിട്ട് ആശ്ചര്യം പൂണ്ടിങ്ങനെ അവർ ഇരിക്കുകയായിരുന്നു. രാഘവൻ തന്നോടനുവാദവും കൊണ്ടു വേഗേന താപസന്മാരോട് കൂടവേ ഭാഗവതോത്തമനാമഗസ്ത്യൻ തെളിഞ്ഞാകാശമാർഗേണ പോയി മറഞ്ഞിടിനാൻ. കഥകളൊക്കെ രാമദേവനെ കേൾപ്പിച്ചതിന് ശേഷം മാമുനിമാർ വന്ന വഴിയെ പോയി ആകാശമാർഗേ പോയി മറഞ്ഞിടിനാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഗസ്ത്യമുനിയും മറ്റും സന്ധ്യാനിയമകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ബന്ധുക്കളോടു നിജസമയം ചെയ്തു ഭോഗീന്ദ്ര ഭോഗ സമാന തൽപ്പസ്ഥലേ യോഗേശനും യോഗനിദ്ര കൊണ്ടിടിനാൻ. അപ്പോഴേക്കും നേരം സന്ധ്യയായി കഴിഞ്ഞു. രാമദേവൻ സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത് ബന്ധുജനങ്ങളോട് അന്നത്തെ സമാപന സന്ദേശങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട്, നമ്മൾ ഗുഡ് നൈറ്റൊക്കെ പറയില്ലേ, അതുപോലെ ശുഭരാത്രി സന്ദേശങ്ങൾ കൊടുത്തിട്ട് ഭഗവാൻ ശയ്യാഗൃഹത്തിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ഉറക്കം അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഭോഗീന്ദ്രഭോഗ സമാന തൽപ്പസ്ഥലേ, അനന്തനാണല്ലോ ഭഗവാന്റെ കിടക്ക. അപ്പോൾ ആ അനന്തശായി എങ്ങനെയാണോ പാലാഴിയിൽ വസിക്കുന്നത്, ശയിക്കുന്നത്, അതുപോലെ ഭഗവാൻ ശയ്യാഗൃഹത്തിലേക്ക് പോയി യോഗനിദ്ര കൊണ്ടു. ഗായകമാഗധവന്തികളും ജഗന്നായകനാകിയ രാമനരേന്ദ്രനെ
പള്ളിക്കുറിപ്പുണർത്തിയിടിനാരന്നേരം ഉള്ളം തെളിഞ്ഞു സന്ധ്യാവന്ദനം ചെയ്തു. പുലർന്നപ്പോൾ ഗായകന്മാരും ഇങ്ങനെ സ്തുതി പാഠകരും ഒക്കെ വന്നിട്ട് രാമദേവനെ ഉണർത്തി. അവരവരുടെ വാദ്യപ്രയോഗങ്ങളാലും ജയ ശബ്ദങ്ങളാലും ഒക്കെ രാമദേവനെ ഉണർത്തി. അദ്ദേഹം ഉണർന്നതിന് ശേഷം തൻ്റെ നിത്യകർമ്മങ്ങളിലേക്ക് മുഴുകി. സന്ധ്യാവന്ദനം ചെയ്തു. മജ്ജന ഹോമ ജപാർച്ചന പൂർവകം സജ്ജന സംയുതം മൃഷ്ടാശനം ചെയ്തു. മജ്ജന ഹോമ ജപാർച്ചന പൂർവകം. മജ്ജനം കുളി കഴിഞ്ഞു, ഹോമവും ജപവും അർച്ചനകളും ഒക്കെ നടത്തി. സജ്ജന സംയുതം, അവിടെയുള്ള സജ്ജനങ്ങളോട് കൂടി അദ്ദേഹം ആഹാരാദികളൊക്കെ കഴിച്ചു. മൃഷ്ടാശനം, മൃഷ്ടാന്ന ഭോജനം ചെയ്തു. വസ്ത്രാഭരണാനുലേപനവും അണിഞ്ഞു തുംഗരത്നസിംഹാസനേ മേവിനാൻ. രാജകീയമായ ആഭരണ അലങ്കാരങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അണിഞ്ഞ് ആ രത്നസിംഹാസനത്തിൽ, ആ രാജസഭയിൽ വന്ന് ഉപവിഷ്ടനായി. സോദരാമാത്യ പുരോഹിത സാമന്ത ഭൂദേവ താപസ സേനാപതി വീരമേദിനി പാലപ്ലവക കുലാധിപയാതുധാനാദികൾ ചുറ്റും മരുവിനാർ. അദ്ദേഹത്തെ സേവിച്ചുകൊണ്ട് ചുറ്റിനും നിൽക്കുന്നത് ആരൊക്കെയാണ്? സോദരന്മാർ, സഹോദരന്മാർ, അമാത്യന്മാർ, മന്ത്രിമാർ, പിന്നെ പുരോഹിതന്മാർ, ഗുരുക്കന്മാർ, സാമന്തന്മാർ, ഭൂദേവന്മാർ, ബ്രാഹ്മണന്മാർ, താപസന്മാർ, മഹർഷിമാർ, പിന്നെ സേനാപതിമാർ, ചതുരംഗപ്പടയുടെ സേനാപതിമാർ, പിന്നെ മറ്റ് രാജാക്കന്മാർ, പ്ലവംഗകുലാധിപൻ, മർക്കടന്മാരുടെ അധിപന്മാർ, യാതുധാനാദികൾ, രാക്ഷസന്മാർ, ഇങ്ങനെ ഇവരാൽ പ്രകീർത്തിക്കപ്പെട്ട് സേവിക്കപ്പെട്ട് രാമദേവൻ ആ സഭയിൽ ഇരിക്കുകയാണ്. ദേവകളോടു സുധർമ്മയിലാമാർ ദേവേന്ദ്രൻ എന്ന പോലെ വിളങ്ങിടിനാൻ. ഓ, എങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നത് അയോധ്യയിലെ രാജസഭയെ. ദേവേന്ദ്രൻ സുധർമ്മയിൽ എങ്ങനെയാണോ, സുധർമ്മ എന്ന് പറയുന്നത് ഇന്ദ്രസഭയാണ്, അല്ലെങ്കിൽ ദേവസഭ. ദേവസഭയിൽ ദേവേന്ദ്രൻ എങ്ങനെയാണ് ശോഭിക്കുന്നത്, അതുപോലെയാണ് ഇവിടെ രാമദേവൻ ശോഭിക്കുന്നത്. ഇനി രാജാക്കന്മാരെ യാത്രയാക്കുന്നു. സമാനമായ സന്ദർഭം നമ്മൾ യുദ്ധകാന്ഡം അവസാനം പാരായണം ചെയ്ത് പഠിച്ചിരുന്നു. ഇവിടെ ഏതാണ്ടൊക്കെ അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, എങ്കിലും കുറച്ചൊക്കെ വ്യത്യസ്തമായിരിക്കാം. എന്താണെന്ന് നോക്കാമത്. തൽക്ഷണം സീതാജനകൻ ജനകനാം സൽക്ഷിതി പാലകൻ തന്നെ വന്ദിച്ചുടൻ ആനന്ദമുൾക്കൊണ്ടരുൾ ചെയ്തിതന്നേരം ഊനം വരാതെ ചിറ കെട്ടി വാരിധൗ. രാത്രിഞ്ചരകുലമൊക്കെ മുടിച്ചതും ഓർത്താൽ ത്വദീയ കാരുണ്യബലത്തിനാൽ. രാമദേവൻ പറയുകയാണ് തൻ്റെ പത്നിയുടെ അച്ഛനായ ജനക മഹാരാജാവോട്. എന്താണ് പറയുന്നത്? അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് സമുദ്രത്തിൽ ചിറകെട്ടി ലങ്കയിലെത്തി ആ രാക്ഷസന്മാരെയൊക്കെ വധിക്കാൻ സാധിച്ചത്. സൽക്ഷിതി പാലകൻ എന്ന്
വിശേഷിപ്പിച്ചിട്ടുണ്ട് ജനകനെ. സൽക്ഷിതിപാലകൻ, നല്ല ഒന്നാന്തരമായിട്ട് രാജ്യഭരണം നടത്തുന്ന, ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഭരണം നടത്തുന്ന ജനകനെ പറ്റിയാണ് പറയുന്നത്. ക്ഷിതിപാലകൻ, ക്ഷിതി ഭൂമി, പാലകൻ പാലിക്കുന്നവൻ, അപ്പം ഭൂമിപാലൻ രാജാവ്. ഇനിയും അതിനുശേഷം എന്താണ്? ഞാനിനി നൽകുന്ന രത്നാദികളെല്ലാം മാനസാനന്ദേന വാങ്ങി രാജ്യം പൊക്ക്, പുത്രിയെയും പുനരെന്നെയും എപ്പോഴും ചിത്തേ മറന്നു പോവാതെ മരുവുക. അങ്ങേക്ക് ഞാനിനി തരുന്ന സംഭാവനകളൊക്കെ വേണ്ട എന്ന് പറയാതെ മനസ്സോടുകൂടി അത് സ്വീകരിച്ച് അങ്ങ് മിഥിലാപുരിയിലേക്ക് പോയാലും പക്ഷേ ഒരിക്കലും ഞങ്ങളെ മറന്നു പോകരുത്. അങ്ങയുടെ പുത്രിയെയും മരുമകനായ എന്നെയും. സ്വർണരത്നാംബരഭൂഷണജാലങ്ങൾ എണ്ണമില്ലാത്തോളം ദിവ്യ പദാർത്ഥങ്ങൾ ജാനകി കയ്യിൽ കൊടുപ്പിച്ചു മാനവശ്രേഷ്ഠനയച്ചിതു യാത്രയും. മാനവവീരനായ രാമദേവൻ തൻ്റെ ശ്വശുരന് ധാരാളം സമ്മാനങ്ങൾ സീതാദേവിയെ കൊണ്ട് കൊടുപ്പിച്ചു. എന്തൊക്കെയാണ്? സ്വർണം, രത്നം, പിന്നെ പട്ടുവസ്ത്രങ്ങൾ, ആഭൂഷണങ്ങൾ, അലങ്കാരങ്ങൾ, മറ്റ് കാഴ്ചദ്രവ്യങ്ങളൊക്കെ കൊടുത്തു അദ്ദേഹത്തെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കുകയാണ്. ആനന്ദബാഷ്പവും വാർത്താവോളം മാനവ വീരനാശീർവചനങ്ങളും ഗദ്ഗദവർണ്ണേന ചൊല്ലിപ്പടയുമായി നിർഗമിച്ചിടിനാൻ ആശുജനകനും. രാമദേവനെയും പത്നിയെയും ഒക്കെ നന്നായിട്ട് ആശീർവദിച്ച് ഇവരെയൊക്കെ പിരിയുന്നതിലുള്ള സങ്കടത്തോടു കൂടിയ ഗദ്ഗദവർണ്ണത്തോട്, ഗദ്ഗദം എന്താ പറയുക, വാക്കുകൾ പുറത്തോട്ട് വരുന്നില്ല സങ്കടം കൊണ്ട്. അങ്ങനെ വിയോഗ ദുഃഖത്താൽ താൻ കൊണ്ടുവന്ന പടയുമൊക്കെ ആയിട്ട് തിരിച്ച് മിഥിലാപുരിയിലേക്ക് പോയി. മാതുലൻ കേകയ ഭൂപൻ യുധാജിത്തും ആധിമുഴുത്തു വിയോഗം നിരൂപിച്ചു. വാഴുന്ന നേരം അനേകം പദാർത്ഥങ്ങൾ ഭൂഷണ പട്ടാംബരാദികളും കൊടുത്താമോദം ഉൾക്കൊണ്ടു യാത്ര വഴങ്ങിനാൻ. മാതുലനായ, അതായത് കൈകേയിയുടെ സഹോദരനായ യുധാജിത്തിനെയും അതുപോലെ തന്നെ അദ്ദേഹം രാമദേവൻ ധാരാളം കാഴ്ചദ്രവ്യങ്ങൾ കൊടുത്ത് പറഞ്ഞയച്ചു. പ്രേമാതിരേക്കാൽ ഭരതനെയും മുതാ ഗാഠമായ ലിംഗനം ചെയ്തു വൻപടയോടും നടന്നു നിജാലയം മേവിനാൻ. തൻ്റെ സഹോദരീപുത്രനായ ഭരതനോടുണ്ടായ സ്നേഹാധിക്യം കൊണ്ട് ഭരതനെ ആലിംഗനം ചെയ്ത് തലോടി. അതിനുശേഷമാണ് അദ്ദേഹം അങ്ങോട്ട് യാത്രയായത്. താൻ കൊണ്ടുവന്ന വൻപടയോടുകൂടിയാണ്. അവരൊക്കെ രാജാക്കന്മാർ യാത്ര ചെയ്യുമ്പോൾ ഒപ്പം അവരുടെ ചതുരംഗപ്പടയും കാണുമല്ലോ. എന്നിട്ടവർ തിരിച്ചുപോയി. പിന്നെ പ്രകർദനനായ കാശീപതി തന്നെയും ഗാഠമായ ലിംഗനം ചെയ്തു വാരണവാജിപദാതിരഥങ്ങളും ചാരുതാരാഭരണാംബരാദ്യങ്ങളും വേണ്ടുവോളം കൊടുത്തുള്ളിലാനന്ദവും പൂണ്ടുപോയാലുമെന്നാശു വഴങ്ങിനാൻ. അടുത്തൂഴം പ്രകർദനൻ എന്ന പേരായ കാശി രാജാവ്, അദ്ദേഹത്തെയാണ് യാത്ര അയപ്പിച്ചത്. സ്നേഹാധിക്യത്താൽ രാമദേവൻ
അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അതിനുശേഷം വാരണം, ആന, വാജി, കുതിര, മറ്റ് പദാർത്ഥങ്ങളും പിന്നെ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും, അമ്പരം എന്ന് പറഞ്ഞാൽ വസ്ത്രം, അമ്പരത്തിന് മറ്റൊരു അർത്ഥമുണ്ട് ആകാശമെന്ന്, ഇവയൊക്കെ ആവശ്യം പോലെ കൊടുത്ത് അദ്ദേഹത്തെയും യാത്ര അയച്ചു. പിന്നെയും 300 മന്നവന്മാർ തഥാ നിന്നവർക്കും ധനം വേണ്ടുവോളം നൽകി സമ്മാനിച്ചാശു പോവാൻ നിയോഗിച്ചളവാം മഹീപാലരും ചെന്നു പുരിപുക്കാർ. ഏകദേശം 300 രാജാക്കന്മാരെ ഇതുപോലെ തന്നെ രാമദേവൻ യാത്ര അയച്ചു. അവരൊക്കെ സന്തോഷത്തോടു കൂടി അവരവരുടെ രാജ്യത്തേക്ക് പോയി. ബന്ധുക്കളായ നാമാരും തുണയാതെ സിന്ധുവിൽ സേതു ബന്ധിച്ചു ലംഘിച്ചുടൻ പങ്ക്തിമുഖാദികളെ കൊല ചെയ്തത് ചിന്തിച്ചു കണ്ടാൽ നമുക്കിളപ്പം തുലോം. പോകുന്ന വഴിക്ക് രാജാക്കന്മാർ തങ്ങളിൽ പറയുകയാണ്, ഈ രാമദേവൻ്റെ കാര്യം അതിശയം തന്നെ. നമ്മളുടെ ബന്ധുക്കളായ നമ്മളുടെ യാതൊരു സഹായവും കൂടാതെ കണ്ട് അന്ന് ത്രിലോകം മുഴുവനും അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന രാവണ രാക്ഷസനെ സമുദ്രം ലംഘിച്ച് ലങ്കയിലെത്തി വധിച്ച് രാക്ഷസന്മാരെ മുഴുവനും കൂട്ടത്തിൽ വധിച്ചു വന്നത് കണ്ടാൽ നമുക്കൊരു അല്പം നാണം തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ടെന്നു നിർണയം, എങ്കിലും നാഥനെ കണ്ടതു കാര്യം നമുക്കെന്നു നിർണയം. എന്തൊക്കെയായാലും ശരി, നാഥനായിരിക്കുന്ന ത്രിലോകാധിപനായിരിക്കുന്ന രാമദേവനെ കാണാൻ കഴിഞ്ഞത് നമ്മുടെ പുണ്യം തന്നെ. യുദ്ധം പറഞ്ഞു തങ്ങൾക്കുള്ള പത്തനം ചെന്നു പൊക്കോ മഹീപാലരും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ രാജ്യത്തെത്തി, അവരുടെ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞു. മഹീപാലർ, മഹി എന്ന് പറഞ്ഞാൽ ഭൂമി പാലിക്കുന്നവനായ രാജാക്കന്മാർ. ദുർലഭമായുള്ള വസ്തുക്കൾ പാർത്തെല്ലാവർക്കും അങ്ങു കൊടുത്തയച്ചിടിനാൻ. വളരെ എന്താ പറയുക, ദുർലഭമായിട്ട് കിട്ടുന്ന വസ്തുക്കളാണ് എല്ലാവർക്കും ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. സാധാരണയായിട്ട് ഉള്ള വസ്തുക്കൾ സമ്മാനം ആരും കൊടുക്കുകയില്ല, എന്തെങ്കിലും പ്രത്യേകത ഉള്ളതാണല്ലോ കൊടുക്കുന്നത്. അങ്ങനെ ഓരോന്നും തിരഞ്ഞ് അദ്ദേഹം രാമദേവൻ ഓരോരുത്തർക്കും പ്രത്യേകം സമ്മാനങ്ങൾ കൊടുത്തയച്ചു. വാനര രാക്ഷസ വീരരൊരുമിച്ചു കാനന രാജ്യപുരഭവനങ്ങളിൽ മന്നവൻ തന്നോടൊരുമിച്ചു നന്നായി സുഖിച്ചു കളിച്ചു മരുവിനാർ. വാനരന്മാരും രാക്ഷസന്മാരും ഒക്കെ തന്നെ അയോധ്യയിലെ പ്രത്യേക അതിഥികളായി 2 മാസം അവരവരുടെ യഥോചിതമായ വാസസ്ഥലത്ത്, അവരവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് അവർ തങ്ങി മന്നവൻ രാജാധിരാജനായ രാമദേവനോടൊപ്പം സുഖിച്ചവരവിടെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. 2 ദിവസം 2 മാസം കഴിഞ്ഞു പുനരിങ്ങനെ 2 ദിവസം കഴിഞ്ഞ പോലെ തഥാ. 2 മാസം 2 ദിവസം എങ്ങനെ കഴിഞ്ഞു പോയോ അത്ര പെട്ടെന്നാണ് അവർക്ക് അത് പോയി കിട്ടിയത്. വാസരം പോയതറിഞ്ഞതില്ലാരുമേ വാസസൗഖ്യം കൊണ്ടു ഭർതൃഗുണങ്ങളാൽ. അതെ, ഓരോ ദിവസവും എങ്ങനെ പോയി, ഓരോ നിമിഷം പോലാണ് പോയത്. എന്തുകൊണ്ടാണ്? അവിടുത്തെ താമസ സൗഖ്യം, പിന്നെ ആരോടൊപ്പമുള്ള ആണ് അവിടെ താമസിക്കുന്നത്? ഭർതൃഗുണങ്ങളാൽ, അവിടുത്തെ നാഥനായ രാമദേവൻ്റെ ഗുണങ്ങളാൽ അവർക്ക് ദിവസങ്ങൾ പോയത് അറിഞ്ഞതേയില്ല. അങ്ങനെയാണല്ലോ, സുഖസന്തോഷമായിട്ട് പോകുന്ന സമയത്ത്
വളരെ പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത്. നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമാണ്, മറ്റെന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ട്, നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മളുടെ ആ സമയം പോകുന്നത് വളരെ 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 ഇഴഞ്ഞായിരിക്കും. ഇവിടെ മറിച്ചാണ് സംഭവിച്ചത്. തൽക്കാലമേകദാ രാമഭദ്രസ്വാമി സൽക്കാരപൂർവമരുൾ ചെയ്തിതാദരാൽ മർക്കടാധീശ്വരൻ തന്നോട് മോദേന കിഷ്കിന്ധയിൽ ചെന്നു വാഴുക സുഖേന നീ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മർക്കട രാജാവായ സുഗ്രീവനോട് രാമദേവൻ പറയുകയാണ്, കിഷ്കിന്ധയിൽ നിന്ന് പോന്നിട്ട് അധികം നാളുകളായി, നീ ഇനി അങ്ങോട്ട് തിരിച്ചു പോകണം, അവിടെ സുഖത്തോടു കൂടി കഴിയണം, വാനരന്മാരെ ഉപദ്രവിച്ചിടാതെ വാരം പ്രതി പരിപാലിച്ചു കൊള്ളുക നീ. വാനരന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പാടില്ല, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൊടുക്കണം. ആയുസ്സുപേക്ഷിച്ചു നമ്മോട് കൂടെ നിന്ന് ആയോധനം ചെയ്തവരിവരെ വരും. അവരൊക്കെ അവരുടെ ജീവൻ വെടിഞ്ഞ് നമ്മോടൊപ്പം നിന്ന് യുദ്ധത്തിൽ ഈ രാക്ഷസന്മാരെയും രാവണനെയും ഒക്കെ വധിക്കാൻ സഹായിച്ചവരാണ്. നമ്മിലെ സഖ്യം മറന്നുപോയിടാതെ ധർമ്മപ്രധാനനായി വാഴുക പല കാലം. അനേകം നാൾ നീ കിഷ്കിന്ധാധിപതിയായി വാഴുക. ഒന്നുണ്ട്, നമ്മൾ തമ്മിൽ ചെയ്ത ആ സഖ്യം അതൊരിക്കലും മറക്കാൻ പാടില്ല. അതുപോലെ ധർമ്മത്തെയും മറക്കാൻ പാടില്ല. ധർമ്മ പരിപാലനത്തിൽ ഏറ്റവും പ്രധാനനായിരിക്കണം അങ്ങ്. ആഭരണാംബരാദ്യങ്ങൾ ബഹുവിധമാമോദമാർന്നു കൊടുത്തയച്ചിടിനാൻ. അതൊക്കെ പറഞ്ഞ് ധാരാളം വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തു. ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും എന്നു വേണ്ട, വിശിഷ്ട സമ്മാനങ്ങൾ കൊടുത്ത് സുഗ്രീവനെ പറഞ്ഞയച്ചു. രാത്രിഞ്ചരേശ്വരനായ വിഭീഷണൻ ആർത്തി പോമാർ അരുൾ ചെയ്തയച്ചിടിനാൻ. വിഭീഷണനെയും അരികെ വിളിച്ച് ആശ്വസിപ്പിച്ച് അദ്ദേഹത്തിനെയും ലങ്കയിലേക്ക് പറഞ്ഞയക്കാൻ തുടങ്ങുകയാണ്. നമ്മിലുള്ളൊരു ബന്ധുത്വം ഒരു നാളും നിന്മനതാരിൽ മറവാതിരിക്കണം. എന്നോടുള്ള ആ ബന്ധുത്വം, അതായത് ഭഗവാനോടുള്ള ആശ്രിതത്വം ഒരിക്കലും മറക്കരുത്. മറന്നാൽ ജീവിതത്തിൽ കഷ്ടതകൾ തന്നെയായിരിക്കും ഫലം. ആകൽപ്പകാലം സുഖിച്ചു നീ ലങ്കയിൽ ഭാഗവതോത്തമനായി വസിച്ചിടുക. തികഞ്ഞ വിഷ്ണു ഭക്തനായി കൽപ്പാന്തകാലത്തോളം ലങ്കാരാജ്യം ഭരിച്ച് സുഖിച്ച് കഴിയുക. ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങളാണ് വിഭീഷണന് കൊടുത്തിരിക്കുന്നത്. എന്നരുൾ ചെയ്ത നേരം പവനാത്മജൻ ചെന്നു പാദാംബുജം വന്ദിച്ചു ശാന്തനായി. ഇങ്ങനെ എല്ലാവരെയും ഓരോരുത്തരെയും പറഞ്ഞയച്ചുകൊണ്ടിരുന്നപ്പോൾ വായുപുത്രനായ ഹനുമാൻ രാമദേവനെ വന്ദിച്ച് ഇപ്രകാരം പറഞ്ഞു. ചൊല്ലിനാൻ നിന്തിരുമേനി പിരിഞ്ഞിനിക്കല്ലായി വാഴുവാൻ ശക്തിയില്ലേതുമേ. അങ്ങയെ പിരിഞ്ഞാൽ പിന്നെ എനിക്ക് അല്ലലാണ്. ശരിയല്ലേ? ഭഗവാനെ പിരിഞ്ഞാൽ ഭക്തൻ എന്താണുള്ളത്? പിന്നെ ഭക്തന്റെ ശക്തി ഭഗവാനാണ്. ഭഗവാനും അപ്രകാരം തന്നെയാണ് പറയുന്നത്. അഹം ഭക്ത
ഭക്തപരാധീനോ എന്നാണ് പറയുന്നത്. ഭഗവാൻ ഭക്തപരാധീനനാണ്. ഭക്തൻ എന്താ ആവശ്യം ഉണ്ടായാലും അപ്പം തന്നെ അവിടെ എത്തി അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ എന്താ പറയുന്നത് ജോലി തന്നെ, കർത്തവ്യം. അതുകൊണ്ട് ഭക്തന്മാർ അദ്ദേഹത്തെ പിടിച്ച് കെട്ടിവെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്, യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ. ഇപ്പം ഇവിടെ ഹനുമാൻ പറയുന്നതും അത് തന്നെയാണ്. ഭക്ത ഹനുമാൻ രാമനെ പിരിഞ്ഞിരുന്നാൽ എപ്പോഴും അല്ലലായിരിക്കും. രാമകഥാമൃതം ലോകത്തിലുള്ള നാളാമോദമോടതു കേട്ടുകൊള്ളുവാൻ മമ വേണമായുസ്സതിൻ മുന്നേ ഒരു ദിനം പ്രാണവിനാശം വരാതെ ഇരിക്കണം. ഭഗവാനെ, അങ്ങയുടെ കഥകൾ കേട്ടിട്ട് എനിക്ക് തൃപ്തിയായില്ല. ആ കഥ കേട്ട് തൃപ്തിയാവുന്നതിന് മുന്നേ എൻ്റെ ജീവൻ പോകരുത്. ആശ മറ്റൊന്നിനുമില്ലടിയെന്നുള്ളിൽ ആശരവംശവിനാശന ശ്രീപതേ. അല്ലയോ ലക്ഷ്മീപതേ, രാക്ഷസവംശ വിനാശന, എനിക്ക് മറ്റൊന്നിലും ആശയില്ല. യുദ്ധം പറഞ്ഞു തൊഴുതു നിൽക്കും വായുപുത്രനെ ഗാഠമായ ആലിംഗനം ചെയ്തു മന്ദസ്മിതാന്വിതമേവമരുൾ ചെയ്താൻ ഇന്ദിരാവല്ലഭനാഖി ആകിയ രാഘവൻ. ഉടൻ തന്നെ വായുപുത്രനെ ഗാഠാശ്ലേഷമാണ് ചെയ്തത് രാമദേവൻ. എന്നിട്ട് സന്തോഷത്തോടു കൂടി ലക്ഷ്മീപതിയായ രാമദേവൻ ഇപ്രകാരം പറഞ്ഞു: ലോകങ്ങളുള്ള നാളോളമെൻ കീർത്തിയും പോകയില്ല അത്ര നാളും വാഴ്ക നീയടോ. ശരിയല്ലേ? ത്രേതായുഗത്ത് നടന്ന സംഭവമാണ്. ത്രേതായുഗത്തിലെ കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ലോകം മുഴുവനും. അപ്പോൾ രാമദേവൻ എന്താ പറഞ്ഞത്? ലോകമുള്ള അന്ന് വരെ എൻ്റെ കീർത്തി നശിക്കില്ല. എൻ്റെ കീർത്തി എന്ന് വരെയുണ്ടോ അന്ന് വരെ നീയും ഉണ്ടാകും. ജന്മമരണ ദുഃഖാപഹം നിർമ്മലം ബ്രഹ്മപദം മമ തന്നേ നിനക്കു ഞാൻ. ജനനമോ മരണമോ അല്ലെങ്കിൽ ജനന മരണ ദുഃഖമോ ഒന്നുമില്ലാത്തതായ പരിശുദ്ധമായ പരമാനന്ദപ്രദമായ ആ ബ്രഹ്മപദമാണ് ഞാൻ നിനക്ക് കനിഞ്ഞു നൽകുന്നത്. ഇങ്ങനെയുള്ള ഭവാനെ പിരിഞ്ഞു പോയി എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നതീശ്വര. ഇങ്ങനെയുള്ള കരുണാവത്സലനായ ആശ്രിതവത്സലനായ ഭക്തപ്രിയനായ ഭഗവാനെ പിരിഞ്ഞ് ഞങ്ങൾ എങ്ങനെ കഴിയും എന്ന് തങ്ങളിൽ അന്യോന്യമേവം പറഞ്ഞു പോയി തന്നുടെ രാജ്യമകം പുക്കാർ. തങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ട് അവരോരോരുത്തരും അവരവരുടെ രാജ്യത്തേക്ക് പോയി. പുത്രമിത്രാർത്ഥകളത്രാദികളുമായി തത്ര സുഖിച്ചു വസിച്ചിതെല്ലാവരും. അവരൊക്കെ അവരവരുടെ കുടുംബത്തോടു കൂടി, കുടുംബത്തിൽ എന്തൊക്കെയാണ് വേണ്ടുന്നത്, സന്താനം, പിന്നെ പത്നി, കുടുംബം പുലർത്താൻ വേണ്ടുന്ന ധനം, പിന്നെ മിത്രങ്ങൾ, ഇവയൊക്കെ ഇവയ്ക്കൊന്നിനും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവരവരുടെ സ്ഥാനത്ത് സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. പുഷ്പകമായ വിമാനവും അന്നേരം ഉൽപ്പല നേത്രനെ വന്ദിച്ചു ചൊല്ലിനാൻ. അതാ പുഷ്പക വിമാനം നേരത്തെ പറഞ്ഞയച്ചതാണ്. അങ്ങ് നീ അളകാപുരിയിൽ പോയിട്ട് അതിൻ്റെ ഉടമസ്ഥനായ വൈശ്രവണനെ
കുബേരനെ വഹിച്ചു കൊള്ളാൻ. പക്ഷെ ഇപ്പം ഇതാ തിരിച്ചു വന്നിരിക്കുന്നു ഇങ്ങോട്ട്. ഉൽപ്പല നേത്രൻ, താമരക്കണ്ണൻ. ആ താമരക്കണ്ണനായ രാമദേവനെ വന്ദിച്ചുകൊണ്ട് പുഷ്പക വിമാനം പറയുകയാണ്. പുഷ്പക വിമാനം നമ്മൾ വിചാരിക്കും അതിനെന്താ ജീവനുണ്ടോ? സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് എന്താണ്? ഭഗവത് സാന്നിധ്യമാണ്. അപ്പോൾ അതിനും ജീവനുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് സങ്കല്പിക്കാൻ. പുഷ്പക വിമാനം വന്ദിച്ചുകൊണ്ട് പറയുകയാണ്, ചെന്നളകാപുരം പൊക്കു ഞാൻ അന്നേരം എന്നോട് കിന്നരാധീശനും ചൊല്ലിനാൻ. അങ്ങ് പറഞ്ഞ പ്രകാരം ഞാൻ അങ്ങ് അളകാപുരിയിലേക്ക് പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ കിന്നരാധീശനായ വൈശ്രവണൻ എന്നോട് പറയുകയാണ്, എന്നോടു രാവണൻ കൊണ്ടുപോയാൻ അവൻ തന്നെയും കൊന്നു രഘുകുല നായകൻ. നിന്നെ പരിഗ്രഹിച്ചാൻ ഇനിയും ചിരം മനവൻ തന്നെ വഹിക്ക നീ സാമ്പ്രതം. നോക്കൂ വിമാനമേ, എന്നിൽ നിന്ന് രാവണൻ തട്ടിയെടുത്തുകൊണ്ട് പോയതാണ്. പിന്നെ അവനെ വധിച്ചിട്ട്, ആ രാവണനെ വധിച്ചിട്ട് രഘുകുല നായകനായ രാമദേവൻ നിന്നെ വീണ്ടെടുത്തു, നിന്നെ പരിഗ്രഹിച്ചു. അതുകൊണ്ട് ചിരം എന്നും നീ അവനെ തന്നെ വഹിച്ചോളൂ, രാമദേവനെ തന്നെ എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചിങ്ങോട്ട് അയച്ചിരിക്കുകയാണ് ഭഗവാനെ എന്നാണ് പുഷ്പവിമാനം പറയുന്നത്. സൗഖ്യം എനിക്കതിന്മീതേ മറ്റൊന്നില്ല, സാക്ഷാൽ പുരുഷോത്തമനെ വഹിക്ക നീ. ആ പുരുഷോത്തമനായിരിക്കുന്ന രാമദേവനെ നീ വഹിക്കുന്നതിൽ കൂടുതൽ സൗഖ്യം എനിക്കെന്താണ് ഇരിക്കുന്നത് എന്ന് പറയുകയാണ് കുബേരൻ. എന്നു ധനതൻ പറഞ്ഞോരനന്തരം ഇന്നുടൻ ഇങ്ങോട്ടു പോന്നു ഞാൻ മന്നവ. ഇങ്ങനെ ഇപ്രകാരം ധനതൻ പറഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നതാണ് രാജാവേ. എന്നും തിരുവടിയെ പിരിഞ്ഞിടുവാൻ എന്നുള്ളിലും മടിയുണ്ടു രഘുപതേ. നോക്കൂ വിമാനം പറയുന്നത്, എനിക്ക് അല്പസമയം പോലും അങ്ങയെ പിരിഞ്ഞിരിക്കാൻ സാധ്യമല്ല. ഞാൻ നിരൂപിക്കുന്ന നേരം വരിക നീ, മാന്യനായി ചൈത്രരഥേ വാഴ്ക സന്തതം എന്നരുൾ ചെയ്തയച്ചാൻ വിമാനത്തെയും. നന്നായി വിളങ്ങി സമസ്ത ലോകങ്ങളും. അപ്പോൾ രാമദേവൻ പറയുകയാണ് വിമാനത്തോട്, ഞാൻ ആഗ്രഹിക്കുമ്പോൾ നീ ഇങ്ങോട്ട് വന്നാൽ മതി. അതുവരെ നീ ചൈത്രരഥേ, ചൈത്രരഥം എന്നിവിടെ പറയുന്നത് ഗന്ധർവ നഗരിയാണ്, അതായത് അളകാപുരി തന്നെ എന്ന് പറഞ്ഞിട്ട് വിമാനത്തെ യാത്രയാക്കി. നന്നായി വിളങ്ങി സമസ്ത ലോകങ്ങളും രാമദേവൻ്റെ ഭരണത്തിന് കീഴിൽ ലോകങ്ങളൊക്കെയും ഐശ്വര്യം കൊണ്ട് വിളങ്ങി വന്നു. വസന്തസമയവും മൈഥിലി തന്നോടുകൂടി രമിച്ചു ഭഗവാനും. അപ്പോഴേക്കും വസന്തകാലം വന്നു. രാമദേവനും പത്നിയും സല്ലാപലീലകളിൽ മുഴുകി. ഭോഗീന്ദ്രഭോഗ തൽപസ്ഥനുമാ ഭോഗഭോഗേന 4 മാസം കഴിഞ്ഞു തഥാ. അനന്തശായിയായിരിക്കുന്ന ഭഗവാൻ ഭോഗ ഐശ്വര്യങ്ങളോടുകൂടി 4 മാസം അവിടെ കഴിഞ്ഞു. അപ്പോഴേക്കും
ജാനകീ ദേവിക്കു ഗർഭവും അക്കാലമാനന്ദവും തൽപ്രജകൾക്കു വർദ്ധിച്ചു. ജാനകീദേവി ഗർഭവതിയായി. ഈ സന്തോഷവാർത്തയറിഞ്ഞ പ്രജകളൊക്കെ പരമാനന്ദത്തിൽ മുഴുകി. ശ്രീരാമനാശ്രമവർണ്ണധർമ്മത്തോടും ഈരേഴു ലോകങ്ങളും പരിപാലിച്ചു. വർണ്ണാശ്രമ ധർമ്മങ്ങളൊന്നും വെടിയാതെ ഭഗവാൻ രാമദേവൻ 14 ലോകങ്ങളും പരിപാലിച്ചു. സോദരാമാത്യ പുരോഹിത സംയുതം വേദാന്തവേദ്യൻ വസിച്ചിത കാലമേ. തൻ്റെ സോദരന്മാർ, അമാത്യൻ, മന്ത്രിമാർ, പുരോഹിതന്മാർ, മറ്റു ബന്ധുമിത്രാദികളുമൊക്കെയായി 14 ലോകങ്ങളും പരിപാലിച്ചു വരികയാണ് വേദാന്തവേദ്യനായിരിക്കുന്ന. വേദാന്തത്തിൽ ആരെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ആ രാമദേവൻ സന്തോഷത്തോടു കൂടി അവിടെ അയോധ്യയിൽ കഴിഞ്ഞു വരുന്നു. ഇതോടുകൂടി ഉത്തര രാമായണം ഇവിടെ സമ്പൂർണമാവുകയാണ്. ഉത്തരരാമായണം 2-ാം അധ്യായം സമാപ്തം. ജനകീകാന്തസ്മരണം ജയ ജയ രാമ 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 രാമ. ഹരി ഓം. ജയ ഗുരു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.